കുത്തിവെക്കില്ലേ, നമ്മൾ ഇന്ന് പോളിയോ എടുക്കാൻ പോവാട്ടാ നന്ദുക്കുട്ടനെ. എങ്ങനെയാ അവര് ഡോക്ടർ ആൻറ്റി ആ നഴ്സിന്റെ കയ്യില് മിഠായി കൊടുത്തിട്ടുണ്ട് നന്ദുക്കുട്ടന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി നന്ദുക്കുട്ടന്റെ വായിൽ ഇങ്ങനെ ഇട്ട് തരും, രണ്ട് ഡ്രോപ്സ് ഒഴിച്ചു തരും. അപ്പൊ നന്ദുക്കുട്ടൻ അമ്മമ്മ കഴിക്കണം കേട്ടോ. ആ ഗുബോയായിട്ട് അങ്ങനെ കഴിക്കണം കേട്ടോ, കരയരുത് കേട്ടോ. ഗുഡ് ബോയ് അങ്ങനെ കഴിക്കുന്ന നന്ദുക്കുട്ടൻ ഗുഡ് ബോയ് ആയിരിക്കും കേട്ടോ. മതി മതി. പാവം കുറെ കരഞ്ഞു, ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാന്ന് ഓർത്തു എന്ന് തോന്നുന്നു. പിന്നെ ഒരു ആംബുലൻസ് ഒക്കെ കണ്ട് കുറച്ച് ആശ്വസിപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. എന്ത് ചെയ്തത്? ഞങ്ങൾ പോളിയോ എടുത്തിട്ട് നേരെ വീട്ടിലേക്കാണ് വന്നത്. ഇന്ന് വീട്ടിലേക്ക് വന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഷിണ്ടുവിനെ കാണാൻ എന്നെപ്പോലെയാണെന്ന് എനിക്ക് തോന്നി. കണ്ണേട്ടൻ പറയണു കണ്ണേട്ടനെ പോലെയാണ്, കുഞ്ഞിലത്തെ കണ്ണേട്ടൻ്റെ ചായയാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോനെ പോലെ തോന്നി ഷിണ്ടുവിനെ. അപ്പോൾ നമുക്കിന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വലിയമ്മയുടെ വീട്ടിൽ പോയി ആൽബം ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ആൽബത്തിൽ ഫോട്ടോ ഒക്കെ നോക്കുമായിരുന്നു. അത് ഞാനല്ല. അങ്ങനെ തപ്പി എൻ്റെ 2-3 ഫോട്ടോ കിട്ടി. കണ്ണേട്ടൻ്റെ കുഞ്ഞിലത്തെ ഒരു ഫോട്ടോ ഉണ്ട്, മുണ്ടെടുത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം. അതുപോലെ തന്നെ എൻ്റെ സെയിം ഒരു ഫോട്ടോ കിട്ടി, ഞാനും മുണ്ടെടുത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഷിണ്ടുവിൻ്റെ ഉണ്ട് അങ്ങനത്തെ ഒരു ഫോട്ടോ. അപ്പോൾ നമുക്ക് ആ 3 ഫോട്ടോയും കൂടി കമ്പയർ ചെയ്യാം. എൻ്റെ ചിരിക്കാത്തൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഈ ഫോട്ടോയിലാണെങ്കിൽ ഷിണ്ടുവിൻ്റെ ചായ തോന്നുക. ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ട് നന്ദുക്കുട്ടനെ ഇറക്കിയിട്ട് ഞങ്ങൾ കണ്ണേട്ടൻ്റെ പഴയ ഫോട്ടോ തപ്പാൻ പോയി. അങ്ങനെ കണ്ണേട്ടൻ്റെ പഴയ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. നല്ല സുന്ദരനായിട്ടുണ്ട് അല്ലേ? പലക്കാൻ ചിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചുണ്ടു ചിരിക്കുക, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് ചുണ്ടു ചിരിക്കുമ്പോൾ. ഇതാണ് ഷിണ്ടുവിൻ്റെയും കണ്ണേട്ടൻ്റെയും ഫോട്ടോ. ഇത് നോക്കുമ്പോൾ അത്ര സിമിലാരിറ്റി തോന്നണില്ല. എൻ്റെ 2 ഫോട്ടോ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഷിണ്ടുവിനോട് ചോദിച്ചു നോക്കാം ഇത് ആരാണെന്ന്. ഫോട്ടോ കാണിച്ചു. കണ്ണേട്ടൻ്റെ ഫോട്ടോ കാണിച്ച് ആരാന്ന് ചോദിച്ചപ്പോൾ ഷുണ്ടു പറയുക ഷുണ്ടുവാന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഷുണ്ടു ഒന്നും മിണ്ടണില്ല, നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും കുറേ വിഷമമായി. പിന്നെ കുറേ പ്രാവശ്യം ഞാൻ പിന്നെയും ചോദിച്ചപ്പോൾ ഷുണ്ടു എൻ്റെ ഫോട്ടോ നോക്കി പറഞ്ഞു ഷുണ്ടുന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. കണ്ണേട്ടനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കള്ളക്കളി കളിക്കുമായിരുന്നു. ഷുണ്ടു എൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണേട്ടൻ പറയും ഇത് ഷുണ്ടു അല്ലാലോ എന്ന്. അപ്പോൾ ഷുണ്ടുവിന് ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പോൾ പിന്നെ ഷുണ്ടു ഒന്നും മിണ്ടാതായി. ഞാനിവിടെ എൻ്റെ ഫോട്ടോയും കണ്ണേട്ടൻ്റെ ഫോട്ടോയും ഷുണ്ടുവിൻ്റെ ഫോട്ടോയും കൊടുക്കാം. നിങ്ങൾ പറയുക ആർക്കാണ് ഷുണ്ടുവായിട്ട് സിമിലാരിറ്റി കൂടുതലെന്ന്.